ഹലോ ഗൈസ്, തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ പോയത് ടൈഗർ പാർക്കിലേക്കായിരുന്നു. ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ടൈഗറിന്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അതേപോലെ തന്നെ പാല് കൊടുക്കണമൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. അപ്പൊ അവിടെ പോയപ്പോൾ ഒട്ടും നിരാശനായി. ഒരുപാട് നമുക്ക് ടൈഗറിന്റെ കൂടെയുള്ള മൂവ്മെന്റ്സ് കിട്ടി, ഒരുപാട് ഫോട്ടോസ്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ടൈഗേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പല കളറിലും അതേപോലെ തന്നെ പല ഇനത്തിലൊക്കെ പെട്ട ടൈഗേഴ്സ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരെ പോയത് അവിടുത്തെ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ടൈഗറിന്റെ അടുത്തേക്ക്. സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് പിന്നെ ചെറുതൊന്നും പറ്റൂല. കൂട്ടിൽ കയറിയപ്പോ തന്നെ ഏകദേശം കിളി പോയി. നമ്മൾ ഫസ്റ്റ് കാണുന്ന വീഡിയോ ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ആദ്യം ആകെ പേടിയായിരുന്നു. പിന്നെ പതുക്കെ അവർ പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ഒരിക്കലും അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു മുതലിന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഏകദേശം 1500 ബാത്തോളം കേട്ടോ നമ്മൾ ചെലവാക്കി. എന്തായാലും പണം പോയി പവർ പറ്റേ. പൈസ കൊടുത്ത് പുലിവാല പിടിക്കുന്നത് നമ്മുടെ ഒരു ശീലമാണല്ലോ. നമ്മുടെ നാട്ടിലെ മൃഗശാലയിലൊക്കെ കൂടിന്റെ കമ്പിയിൽ പോലും തൊടരുതെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഇരുമ്പ് കൂടിന്റെ ഉള്ളിൽ വന്നിട്ട് നിൽക്കണം. ആ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ നിങ്ങള്. ശരിക്കും പറഞ്ഞാൽ ഏത് വഴി കൂടെ ഓടണത് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ വഴിയൊന്നും കാണാത്തോണ്ട് നൈസായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു. അയ്യോ പൊന്നെ, സത്യം പറഞ്ഞാൽ മുഖത്ത് ആ ചിരി ഉണ്ടല്ലോ, അതൊന്നും സത്യമല്ല കേട്ടാ. എങ്ങനെയെങ്കിലും ഫോട്ടോ എടുത്ത് പോണെന്നുള്ള മൂടായിരുന്നു. പുലിവാല് പിടിച്ച പോലെ തന്നെ ആയിരുന്നു ശരിക്കും. കണ്ടില്ലേ, പുലിവാല് പിടിച്ച കണ്ടില്ലേ. അവസാനം ഫോട്ടോസൊക്കെ എടുത്തു സെറ്റ് ചെയ്തു പതുക്കെ. പിന്നെ ബൈക്ക് ടാക്സി ഒക്കെ വിളിച്ച് നേരെ റൂമിൽ. പിന്നെ രണ്ടാമത്തെ ദിവസത്തിലെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഫോളോ ചെയ്യാൻ മറക്കണ്ട.